ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ജയിച്ചിട്ടേ നമ്മൾ വേൾഡ് കപ്പ് എടുത്തു, കപ്പ് തൂക്കി ഗൈസ്. പരിപാടി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കപ്പ് കൊടുക്കുന്ന കാണാൻ വേണ്ടിയായിരുന്നു, പക്ഷെ ഇതുവരെയായില്ല. അപ്പോൾ ഞാൻ വെച്ചപ്പോൾ വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു, എല്ലാവരും കണ്ടു കാണും. ആക്ച്വലി ഭയങ്കര ഈസി ആയിരുന്നു എന്ന് എനിക്ക് തോന്നി പേഴ്സണലി. കാരണം നമ്മൾ സെമി ഫൈനലൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അതിങ്ങനെ മുൾമുനെ നിൽക്കായിരുന്നു, തോക്കോ ജയിക്കോ അവസാന നിമിഷം വരെ അതിൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഫൈനൽ ആയപ്പോഴത്തേനും നമ്മൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഇത്ര റൺ എടുത്തു, അതിനിടയ്ക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വിക്കറ്റ് പോകുന്നതിൻ്റെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ന്യൂസിലാൻഡ് കളിക്കാൻ തുടങ്ങി കഴിഞ്ഞൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കപ്പ് ഉറപ്പാ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് അത് മനസ്സിലുണ്ടായിരുന്നു, കപ്പ് നമ്മൾ എടുക്കുള്ളൂ. കാരണം അവരെ കളിയാണേലും വിക്കറ്റ് പോകുന്നതാണേലും എല്ലാം കൊണ്ടും അവർക്കിങ്ങനെ വിക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അതെല്ലാം വെച്ചിട്ട് എനിക്ക് ഉറപ്പായിരുന്നു ഇന്ത്യ തന്നെ കപ്പ് എടുക്കുക. എന്നെ പോലെ എല്ലാവർക്കും ഉറപ്പുണ്ടായിരിക്കും കപ്പ് ഇന്ത്യ എടുക്കുകയുള്ളൂ എന്ന്. അപ്പം യാതൊരു ഒരു പോയിന്റിൽ പോലും അവര് ഡോമിനേറ്റ് ചെയ്ത് നിന്നിട്ടേ ഇല്ല ന്യൂസിലാൻഡ്, ഒരു പോയിന്റിൽ പോലും. അപ്പോൾ ഉറപ്പായിരുന്നു ഇന്ത്യ ജയിക്കും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇതിന്റെ സ്കോറും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇന്ത്യ അറിയാലോ 255 റണ്ണായിരുന്നു എടുത്തത്, 5 വിക്കറ്റ് നഷ്ടത്തില് 20 ഓവറിൽ. പക്ഷെ ഇവർ 20 ഓവർ പോലും തികച്ചിട്ടില്ല. അതിന് മുന്നേ 10 വിക്കറ്റും പോയി, കളി കഴിഞ്ഞു, കപ്പ് പൊക്കി. അപ്പോൾ ഇതിനകത്ത് കുറെ നമുക്ക് പുരസ്കാരങ്ങൾ കൂടെ നമ്മുടെ കൂടെ പോന്നിട്ടുണ്ട്. അതിനകത്തിൽ ഇന്ത്യ ആദ്യമായിട്ട് ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുന്നതാണ്, അതായത് T20 വേൾഡ് കപ്പിൽ ഇന്ത്യ ആദ്യമായിട്ട് ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുന്നത്, അതും ഈ ഫൈനലിൽ. നമുക്ക് കുറെ ചീത്തപ്പേര് മാറി കിട്ടി കേട്ടോ. ഈ സ്റ്റേഡിയം അൺലക്കിയാണ്, നമ്മൾ ജയിക്കത്തില്ല എന്ന് പറഞ്ഞത്, അത് മാറി കിട്ടി. ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചു, അങ്ങനെ കുറേയൊക്കെ മാറി. പിന്നെ മൂന്നാമത്തെ ഹൈസ്റ്റ് ടോട്ടലാണ് ഇന്ത്യയുടെ ഇത്. പിന്നെ ബാക്ക് ടു ബാക്ക് 2 വേൾഡ് കപ്പ് ട്രോഫീസ് ടൈറ്റിൽ നമ്മുടെ പേരിലുണ്ട്. ഇത് ICC മെൻസിന്റെ 3rd ട്രോഫിയാണ് T20 വേൾഡ് കപ്പില്. ദെൻ അതിലൊക്കെ വലുതെന്താണെന്നറിയോ, ICC പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സഞ്ജുവാണ്. ഞാനും വോട്ട് ചെയ്തായിരുന്നു, പക്ഷെ അത് സഞ്ജുവിനെ കിട്ടത്തുള്ളത് എനിക്ക് നല്ല വ്യക്തമായിട്ട് ധാരണയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സഞ്ജുവിന്റെ ടോട്ടൽ, അതായത് ഈ T20 വേൾഡ് കപ്പിലെ ടോട്ടൽ എന്ന് പറയുന്നത് 321 പിന്നെ ഫസ്റ്റ് വിക്കറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് 98 റണ്ണും, സെക്കൻഡ് വിക്കറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് 105 ഫസ്റ്റ് വിക്കറ്റ് സഞ്ജുവും അഭിഷേകും കൂടിയുള്ളത്, സെക്കൻഡ് ഞാൻ പറയാം ഇഷാനും സഞ്ജുവും കൂടിയുള്ളത്. അപ്പം അങ്ങനെ സഞ്ജു 24 സിക്സ് എന്തോ അടിച്ചു. അങ്ങനെ മൊത്തത്തിൽ ടീം സെറ്റായിരുന്നു ഇന്നത്തെ കളിയിൽ. കുറേ അവാർഡുകളും എല്ലാം ഉണ്ട്. ആക്ച്വലി ഇഷാനും തിലകുമാണ്. നമ്മള് ക്യാച്ച് ഔട്ട് എല്ലാം വന്നത്